എന്നെ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, ഇവിടെ ലൈറ്റ് ഒന്നുമില്ല. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നത്തെ വീഡിയോ കാണാം. എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. തണുപ്പുണ്ട് വയ്യേ. രാവിലെ ഇനി നമുക്ക് 7 മണിക്ക് 7 മണിയായോ 6:38 ആയതേ ഉള്ളൂ കേട്ടോ. 7 മണിക്ക് നമുക്ക് കോഫി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നമുക്ക് ട്രക്കിങ്ങിന് വേണം. ഇതാണ് ഇന്നത്തെ ഷർട്ട്. ഓക്കെ, നമ്മുടെ തണുപ്പ് ഇവിടുത്തെ തണുപ്പോടെ ഒട്ടും പറ്റത്തില്ല. ഇത് നമ്മൾ താമസിക്കുന്നിടത്ത് ഫ്രണ്ട് ഡോർ അങ്ങോട്ട് തുറക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ്. ഒരു വലിയൊരു മല, ഭയങ്കര ഭംഗിയാണ്. അവിടെ നിന്ന് ഇങ്ങനെ സൂര്യൻ്റെ വെളിച്ചമൊക്കെ തട്ടും, ഭയങ്കര ലെയറായിട്ട് കാണാവേ. രാവിലെ എല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളു കേട്ടോ. കാരണം ഇവിടെ പെട്ടെന്ന് അങ്ങ് നേരം വെളുത്ത പോലെ. കുറച്ച് നേരം നടക്കാം. നമ്മൾ ശത്രുക്കളൊക്കെ ഇവിടെ കാണും, മൈൻഡ് ചെയ്യണ്ട. നമ്മൾ നേരത്തെ കണ്ട അതിൻ്റെ ഫ്രണ്ടിലോട്ട് ഞാൻ വന്ന കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. പിടിച്ച് നടക്കാനല്ലോ. എല്ലാവരും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കാപ്പിയൊക്കെ കുടിച്ച് നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നടക്കാമെന്നിരിക്കുക. പോകുന്നു സാധനവണ്ടി പോന്നു. എല്ലാവരും കുളിച്ചൊരുങ്ങി ഫുഡ് കഴിക്കാം കേട്ടോ. എല്ലാവരും ഫുഡ് ശരി. ഇനി നമുക്കൊരു വീട് ഇറാഡിക്കേഷൻ ഉണ്ട് കേട്ടോ. അപ്പം അതിനായിട്ട് നമ്മൾ വണ്ടിയിൽ അടുത്തൊരു മലയിലേക്ക് പോകട്ടോ. ഇനിയുള്ള വ്യൂ അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. പൈൻ ഫോറസ്റ്റ് കൂടെ കയറിയിട്ട് ഏറ്റവും മുകളിലെത്തി. അടിപൊളി വ്യൂ ഞാൻ കാണിക്കാവേ. നമുക്ക് വയസ്സിൻ്റെ വ്യൂ എത്ര ഭംഗിയാണ്. നമ്മൾ ഒരുപാട് ഹൈറ്റിലാണ്. ആ പൈൻ ഫോറസ്റ്റ് കാണിക്കാൻ പറ്റിയില്ല. തിരിച്ച് പോകുമ്പോൾ കാണിക്കാം. കാരണം എനിക്ക് ആ ഏറ്റവും എനിക്ക് കയറാൻ പറ്റുന്നില്ലായിരുന്നു. എൻ്റെ ചെരുപ്പ് ഒന്നാമത് തെന്നി പോന്നെ. തിരിച്ചിറങ്ങുമ്പോൾ കാണിക്കാം. ഇവിടെ ഉണ്ട് കേട്ടോ. ആ ഷൂ ഇട്ടാ മതിയായിരുന്നു. ഈ ചെരുപ്പിട്ട് നോക്കാൻ മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. പുഴയൊക്കെ ഒരാളാൾ നടന്ന് വരുന്നുണ്ട്. ഇതിൻ്റെ കൊണ്ടോട്ട് കയറാണ്. അയ്യോ, ഈ ടോപ്പിൽ കയറിയിട്ട് താഴോട്ട് നോക്കാനുള്ള ആകാംക്ഷയിൽ കയറും. നടക്കട്ടോ പെണ്ണിയ കാട്. അയ്യോ കൈസ്, ഞാനങ്ങനെ പകുതി വരെ എത്തി. പകുതി 3/4 കയറി. കൈസ്, ഞങ്ങൾ രണ്ടുപേരും ഒരേ ഡ്രസ്സാണ്. അയ്യോ അയ്യോ. ഇപ്പം ക്ഷീണം കുറച്ച് മാറി, കൂളായി. ഒക്കെ എന്ത് രസം ഇവിടെയൊക്കെ കാണാൻ. അയ്യോ, ഈ ഫോണിൽ കൂടെ എത്രത്തോളം എനിക്ക് ബ്യൂട്ടി ഇങ്ങനെ എപ്പം എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത്രയും അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് നേരിട്ട് കാണുന്നതിൻ്റെ 10-1 ഭാഗം പോലും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത്രയും അടിപൊളിയാണ്. അപ്പം നമുക്ക് വരച്ച് കളയാനുള്ള ആ ഒരു പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞു തരുവാണ് കേട്ടോ. പതിന്തിന അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ്, പക്ഷെ ഇവിടെ കൊണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ താണ്ട് ഈ നിൽക്കുന്ന രണ്ട് തുളസി പോലെ നിൽക്കുന്ന ആ ഒരു സാധനമാണ് കേട്ടോ ഇവിടുന്ന് നമ്മൾ എടുത്ത് മാറ്റേണ്ടത്. വേഗം പറിക്കാം. പണിയെടുക്കാതെ നിൽക്കുന്നതിൻ്റെ ഞാൻ ഫോൺ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവൻ വീട്ടിലെടുത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവനെ വെറുതെ നിർത്തിയത് കേട്ടോ.
അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെയായിരുന്നു കേട്ടോ അവിടെ നിൽക്കാനായിട്ട്. കാരണം നമ്മളിങ്ങനെ ബാക്കിലോട്ട് മറിയാൻ പോലെ ചരിഞ്ഞ് കിടക്കുകയാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണ്. സോ അപ്പോൾ നമ്മളിങ്ങനെ പറിക്കുന്ന സമയത്ത് നമ്മൾ ചരിഞ്ഞ് പോയാൽ താഴ്ത്തു പോകും. ഞങ്ങളെല്ലാം ഭയങ്കര ആത്മാർത്ഥതയോടെ മത്സരബുദ്ധിയോടെയാണ് കേട്ടോ ഈ പെട്ടെന്ന് ഇങ്ങനെ പറിച്ച് എടുക്കുന്നുണ്ട്. കാരണം 10 കൈകളുടെ ശക്തി വളരെ ഈസി ആക്കുന്നുണ്ട്. അതെ, നമ്മൾ വേഗം പറിച്ച് കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഇത് എന്തിനാണെന്നുള്ള കാര്യങ്ങൾ സയൻറ്റിഫിക്കലി പറയാനായിട്ട് എന്നെക്കാട്ടിലുപരി നമ്മുടെ എക്കോഫ്ലിക്സിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏതായാലും അവൻ്റെ ചാനൽ ഞാൻ എവിടെയെങ്കിലും ടാഗ് ചെയ്ത് കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കാം, വീഡിയോ ഇടുമായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇത് എന്തിനാണെന്നുള്ള സയൻറ്റിഫിക് വശങ്ങളൊക്കെ അവൻ പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാമേ. നമ്മുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പം താണ്ട ഈ മലയുടെ വ്യൂ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. അവിടെ കുട്ടികൾ ഇറങ്ങിയിരുന്നുണ്ട്. നമ്മൾ അടുത്ത മലയിലേക്ക് പോകട്ടോ. ഇവിടെ ഒരു മല കഴിഞ്ഞു, ഇനി അടുത്ത മലയിലേക്ക്. ഇവിടെ നിന്ന് ഇങ്ങനെ ആളുകൾ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. നമ്മളിനി പോകുന്നുണ്ട് ആ കാണുന്ന സ്പോട്ടിലോട്ടാണ്. ആ സ്പോട്ടിൽ നമ്മളിനി വരുവാണ്. അപ്പോൾ നമ്മളിത് ആ മല പറിച്ചു, ഇനി ഈ മലയിലോട്ട്. ആണോ? ചെരുപ്പ് ഒരു കൈ പിടിക്കേണ്ട കുഴപ്പമുണ്ടോ? അട്ടയുണ്ടോ ഇവിടെ? ഇതാണ്ട് അതൊക്കെ എന്ത് ഭംഗിയത് ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ ആദ്യം പുറപ്പെട്ടു. നമ്മൾ ഇവിടുന്ന് കേട്ടോ വന്നേ, ഇവിടുന്ന് ഇവിടെ എത്തി. അങ്ങനെ നമ്മൾ അടുത്ത മലയിലേക്ക് വന്നേ. ഇതുകൊണ്ട് ആ ഒരു വെള്ള പോലെ കാണില്ല, അവിടാണ് നമ്മൾ താമസിച്ചത് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ ഇതേ ചുറ്റി ഇവിടെ വന്നേ. അങ്ങോട്ട് ഇപ്പോൾ കാണിക്കാന്ന് തന്നെ പൈൻ ഫോറസ്റ്റ് ആണ് ഈ കാണിക്കുന്നത്. അട്ടയുള്ള കട്ടിലോട്ട് നടക്കാം. നമ്മൾ പൈൻ ഫോറസ്റ്റ് എൻ്റർ ചെയ്ത് എന്ത് രസം. ഇനി നമുക്ക് ഈ കാട്ടിലൂടെ കുറച്ച് നേരം സഞ്ചരിക്കാം കേട്ടോ. ഇനി ഇവിടുന്ന് ഇങ്ങനെ താഴെ ഇറങ്ങണം. ഇവിടെ ഒരു ഞാൻ പറഞ്ഞില്ല, ഇങ്ങോട്ട് വന്നപ്പോൾ കയറ്റമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇറക്കമായിരിക്കുമല്ലോ. അപ്പോൾ ആ ഇറങ്ങി ചെല്ലുന്ന റോഡിലാണ് നമ്മുടെ വണ്ടി ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ വരെ നമ്മൾ നടക്കണം. കുറച്ച് പേരൊക്കെ നടക്കും, കുറച്ച് പേര് ഇങ്ങനെ പതുക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ വലിയ മൃഗങ്ങളൊന്നും ഇല്ലെന്നാണ് കേട്ടോ. പക്ഷെ നമ്മൾ അവിടെ നിന്ന സമയത്ത് ഇടയിൽ ഒരു മാനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ജസ്റ്റ് നോടിപ്പോന്നേ കണ്ടോളും, ഇങ്ങനെ വ്യക്തമായിട്ട് കണ്ടില്ല. എന്തോ ഒരു മിന്നായം പോലെ ഒരു സാധനത്തിനെ കണ്ടേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നും ഇല്ലെന്നാണ്. പക്ഷെ ഇവിടെ അട്ടയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ട്രക്കിങ്ങിന് പോകുന്നിടത്താണ് അട്ട എന്ന് പറഞ്ഞാൽ അട്ട ഉള്ളത്. ഓക്കെ, ഇവിടെ എനിക്കൊന്നും വലിയ അട്ട ഇല്ല, എന്നാലും ഉണ്ട് കേട്ടോ. ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണാൻ പറ്റും. വലിയ നീളം അത് ഉള്ളിലോട്ട് കയറിപ്പോ ഇരിക്കുക. ഞാൻ അത് പേടിച്ച് കണ്ടത്. ഇതാണ് കേട്ടോ പൈൻ ഫോറസ്റ്റ്. അണ്ടോ ഗൈസ്, ഇതിൻ്റെ താഴെ റോഡുണ്ട്. അപ്പോൾ അന്ന് നടന്ന് ഇതിൽ പോയി അവിടെ ചെല്ലണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങി ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ശരിക്കും തണുപ്പടിക്കുന്നുണ്ട്, അതുകൊണ്ട് ക്ഷീണം ഞാൻ അറിയുന്നില്ല. ഇപ്പം ഞാൻ അറിയുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ ഞാൻ അറിയുമായിരിക്കും. ടീച്ചർ വണ്ടി ഇല്ലേ ഇവിടെ? ഉണ്ടോ? അങ്ങനെ നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വണ്ടിക്കകത്തിരുന്ന് നമുക്ക് നമ്മൾ താമസിച്ചിട്ട് പോകാം. അപ്പോൾ ഒരു ഉച്ചവരെയായി. നമുക്കിനി ചോറ് കഴിക്കാൻ പോകാൻ കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ പപ്പടമുണ്ട്. ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടമാണ്. ഇനിയാണ് ഗൈസ് നമ്മുടെ കഥ ആരംഭിക്കാനായിട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് വേറൊരു പാർട്ടായിട്ട് ഇരുന്ന് ഞാൻ തോന്നുന്നു കുറച്ചുകൂടി ഭംഗി. പക്ഷേ ഇതിന് കൂടെ അങ്ങ് പോട്ടെ. അത് അതെ, നമുക്ക് മിണ്ടാനൊക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്
സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട. അതെ, അവരവരുടേതായിട്ടുള്ള ലോകത്ത് കഴിയുമ്പോൾ നമ്മൾ ചുമ്മാ അലച്ച് കുതിച്ച് അതിനകത്തോട്ട് കയറേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതി നമുക്ക് നടക്കാം കേട്ടോ. നല്ല വനത്തിൽ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല തുളിയാണ്. ചേച്ചി ചെടി തുടങ്ങി. പക്ഷെ ഇവിടെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ രഹസ്യമായിട്ട് സംസാരിക്കുന്ന ബുദ്ധിമുട്ടാണെന്ന് അറിയാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വോയിസ് തട്ടിയിട്ട് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. കാരണം എന്താ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ശരിക്കും അതിഷ്ടമുള്ളവരുണ്ട് കേട്ടോ. കാരണം കാടിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഈ എന്താ പറയുക അലക്കാലക്ക ശബ്ദത്തിനെക്കാട്ടിലും ഭേദമാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ശബ്ദവും കേൾക്കാം. അപ്പോൾ നമുക്ക് മുന്നോട്ട് നടക്കാം. എന്നാൽ എൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാനുണ്ടല്ലോ ചിലയിടത്ത് ഇങ്ങനെ മുഖത്തെ എക്സ്പ്രഷൻ ഇടുമ്പോൾ പുറമേ വരുന്നത് ഒരു വല്ലാത്തൊരു എക്സ്പ്രഷൻ ആയിട്ട്. ശരിക്കും ഞാൻ ഉള്ളിൽ ചിരിച്ചുകൊണ്ടായിരിക്കും. എൻ്റെ മുഖം കാണുമ്പോൾ ഇങ്ങനെ അയ്യോ ഇത് അങ്ങനെ തോന്നും കേട്ടോ. ഞാൻ ഇങ്ങനെ ഉള്ളിൽ നല്ലതായിട്ട് ചിരിച്ചിരിക്കുമായിരിക്കും. പക്ഷെ പുറത്തോട്ട് വരുമ്പോൾ ചിരി കാണാത്തതാണ്. ഞാൻ ആക്ച്വലി നല്ല സന്തോഷത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ ഇങ്ങനെ അത്ഭുതവും ഇതിനോടൊപ്പം ഉണ്ട് നല്ല എക്സൈറ്റ്മെൻറ്റ്. ഇതിലൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു എക്സ്പ്രഷൻ എൻ്റെ മുഖത്തിങ്ങനെ വരുന്നത്. നമ്മളാണെങ്കിൽ വരുന്ന വഴിക്കുന്ന ചെന്നായൻ്റെ ശബ്ദം കേട്ട്. ചെന്നായ ആണോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. ശബ്ദം നമ്മൾ കേട്ട്. ആക്ച്വലി ഈ വീഡിയോ ഞാൻ 2 മാസം ഏകദേശം പോയിട്ട് വന്നിട്ട് ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം കോളേജിൽ അതിന് വേണ്ടി തിരക്കാണ്. ഓക്കെ, അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മറവിയുണ്ട്. ഞാൻ എന്തൊക്കെ കണ്ടു എന്നുള്ളത് എനിക്ക് ഓർക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ കാണുന്ന കാര്യങ്ങൾ നിങ്ങളെപ്പോലെ ആദ്യം കാണുന്നതാണൊക്കെ തോന്നുക. ഉള്ളത് പറഞ്ഞാൽ ആകാംക്ഷയുടെ പുറത്ത് സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ മറന്നു പോകുന്നതാണ് കേട്ടോ. അല്ലാതെ നമ്മളിങ്ങനെ മിണ്ടാണ്ട് പോവുമല്ല. ശരിക്കും അതിന് കാണാനുള്ള ആകാംക്ഷയിൽ മിണ്ടാതെ അങ്ങ് പോവുകയാണ്. ഭയങ്കര എനിക്കിപ്പോൾ കാണുമ്പോൾ അത്ഭുതമാണ് കേട്ടോ. ഞാനാണല്ലോ മിണ്ടാതെ പോയെന്നുള്ളത്. ഈ ഒരു കാണുന്ന പ്ലാന്റ് കേട്ടോ ആനച്ചോറുതണമാണേ. ഞാൻ ഈ പേര് ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ ഇങ്ങനെ ഇത് പറ്റി കഴിഞ്ഞാൽ ചൊറിയുമ്പോൾ ആന പോലെ ആവും അങ്ങനെയാണ് വിചാരിച്ചത്. പിന്നാണ് അറിഞ്ഞത് ഇത് തൊട്ട് കഴിഞ്ഞാൽ ആനയ്ക്ക് വരെയും ചൊറിയും. അങ്ങനെയാണ് ആനച്ചൊറുതണം എന്ന് പേര് വന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചൊറുതണം എന്ന് പറഞ്ഞാൽ അറിയാലോ. ഇവിടുത്തെ പേരല്ലല്ലോ, എല്ലായിടത്തും പേരാണെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു നീലഗിരി ലഗൂണിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറിയാത്തവരാണ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, കാണാം. കുറേ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഫോണിനകത്തത് കാണുന്നില്ല. അത് കാരണം നമ്മൾ ക്യാമറ പിടിക്കുന്ന സമയത്ത് ഇവർ നമ്മുടെ ക്യാമറയുടെ മുന്നിൽ പെടണമെന്നില്ല. അങ്ങനെ നമ്മൾ പ്ലാന്റും അനിമലിനെയൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇത് എൻ്റർടൈൻമെൻ്റ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം നേരിട്ട് പോയ ഫീലൊന്നും ഒരിക്കലും ഇതിലേ കൂടെ കാണുമ്പോൾ കിട്ടത്തില്ല. അത് 100% ഉറപ്പാണ്. എന്നാലും നിങ്ങൾക്ക് എത്രത്തോളം ഇത് ആസ്വദിക്കാൻ പറ്റുന്നു അത്രത്തോളം കാണുക. ഓക്കെ, പക്ഷെ ഫോണിനകത്ത് അറിയുന്നില്ല ഇതിൻ്റെ ആഴം. അന്നേരം അച്ഛൻ ഇങ്ങനെ കാണിച്ചായിരുന്നു. ഓണ്ട വെള്ളമായി ചെറിയ കളറുണ്ടായിരുന്നു. ഇവിടെയൊക്കെ മൃഗങ്ങൾ തന്നെ വെള്ളം കുടിക്കും. എടാ അതൊക്കെ അവിടെ ഒരു കളറ് വ്യത്യാസം കണ്ടോ? കേറണ്ട. അതുകൊണ്ട് ആ ഫ്ലവർ ഉണ്ട്. അപ്പം അമ്മൂട്ടിന് അപ്പുറത്ത് ഇതിൽ പോയ വഴിയുണ്ട് കേട്ടോ ആ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇവിടെ വരെ എന്ന സ്ഥിതിക്ക് പിന്നെ ഇറങ്ങാമെന്ന് വിചാരിക്കുക. അപ്പം ഇനി അങ്ങോട്ട് പോയി നോക്കാതെ. ഇവിടെ ഒരു ഫ്ലവർ കേട്ടോ നമ്മൾ രണ്ടുപേരും ഇത് കാണാൻ വന്നിരിക്കുകയാണ്. എന്ത് രസമാടാ. എനിക്ക് ഞാനിത് പിടിക്കാം. ഞാനൊന്ന് ജസ്റ്റ് മനസ്സിലാക്കട്ടെ. ഷൂ ആണേ.
എടാ ചേച്ചി വരാനാ. നല്ലൊരു പാറ പോലെ ഇരിക്കുന്നത്, പാറ പോലെ അല്ല, പാറയാണ് കേട്ടത്. അതുകൊണ്ട് ഗൈസ് അവിടെ ഒരു മലയണ്ണാൻ ഇരിപ്പുണ്ട് കേട്ടോ. ഒന്ന് പുള്ളിക്കാരൊന്ന് ചലിച്ചിരുന്ന് ചലിച്ച്, അപ്പം നിങ്ങൾക്ക് കാണാം. ഓക്കെ, ആ ഭാഗ്യമുണ്ട് നമുക്ക് കാണാനായിട്ട്. കിടക്കാൻ ഇല്ല. ഇതുകൊണ്ട് ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ എന്തോ ഇരിക്കുന്നെന്ന് പറഞ്ഞ ആ സാധനം എന്താന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. എന്തോ കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ലഗൂണിൽ തന്നെ ആയിരിക്കും കണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം ഞാൻ മറന്നു ഏതിനെ അവിടെ കണ്ടതെന്നുള്ള ഓർക്കുന്നില്ല. നമ്മളൊരു 3 കിലോമീറ്റർ നടന്നിട്ട് നമ്മൾ പോയ ഇതല്ലേ, നമ്മൾ പോയതാടാ അത് അല്ലേ? അവിടെ കാണുന്ന ആ ഒരു വ്യൂ പോയിന്റ് അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താമസിച്ചിരുന്ന ആ സ്ഥലം, നമ്മൾ അവിടെ താമസിച്ച് ഇറങ്ങിയല്ലോ, ആ ഒരു പോയിന്റ് കാണാം കേട്ടോ. കാരണം അവിടെ നിന്ന് ഇത് കാണാമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ നിന്ന് അതും കാണാമല്ലോ. അപ്പോൾ നമുക്കത് കാണാവേ ഓടി പിന്നെ അത് 6 പേർക്ക് കയറാൻ നിൽക്കത്തോളെ. അപ്പം നമുക്ക് ഇനിയിപ്പം അത് കാണാം. ശരിക്കും ഇതൊക്കെ കാണാതെ പോലും എന്തോ നഷ്ടമായിരുന്നേനെ. നമ്മൾ ഇത്രയും ദൂരം വന്നു. എൻ്റെ അമ്മയെ അടിപൊളിയേ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഒത്തിരി ലെങ്ത് ആയിട്ടുണ്ട്. ഇനി ബാക്കി പാട്ട് നമുക്ക് ഇനി അടുത്ത പാട്ടിൽ കാണാവേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത പാട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇപ്പം ഹോളിഡേയ്സ് ആണല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അടുത്ത പാട്ട് എന്തായാലും വരും ഗൈസ്, എപ്പോഴെങ്കിലും വരും. ഓക്കെ, നിങ്ങളെല്ലാവരും എന്നെ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് എനിക്കറിയാം കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ ഇടാൻ വൈകുന്നതിന്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, അടുത്ത വീഡിയോ കാണാവേ.